അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 12ാമത്തെ പാഠം അദ്ദർസ് സാനി അശറ അൽ മദ്ദുൽ ആരിദ്. അല്ലമൽ ഖുർആൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ അർറഹ്മാനിർ റഹീം ഇന്നഹു ലഖുർആനുൻ കരീം ഇല്ലൽ മുതഹ്ഹറൂൻ ലഅല്ലഹും യതഫക്കറൂൻ. മുകളിലെ ആയത്തുകളുടെ അവസാനം നാം നീട്ടിയാണ് വഖഫ് ചെയ്തത്. വഖഫ് ചെയ്തപ്പോൾ മദ്ദക്ഷരത്തിനു ശേഷമുള്ള അക്ഷരത്തിനും നാം സുക്കൂൻ നൽകി എന്നതാണ് ഇതിന് കാരണം. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതിയിരുന്നെങ്കിൽ സുക്കൂൻ ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ മദ്ദക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് അൽ മദ്ദുൽ ആരിദ് എന്നാണ് പേര്. ഇത്തരം സുക്കൂനുകൾക്ക് ആരിദായ സുക്കൂൻ എന്ന് പറയുന്നു. അൽ മദ്ദുൽ ആരിദിനെ 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസ് സാനി അശറ അൽ മദ്ദുൽ ആരിദ്. ഒന്നാമത് കാണാം നുൻഷിദ്. നമുക്ക് പാട്ട് പാടാം. ആരിദ് മദ്ദിനെ അറിയില്ലേ, 3 അലിഫോളം നീളില്ലേ, മദ്ദിൻ ഹർഫിൻ പിറക സുക്കൂൻ പുതുതായാൽ ആരിദ് മദ്ദല്ലേ. 2. താഴെ കൊടുത്ത ആയത്തുകൾ പാരായണം ചെയ്ത് അൽ മദ്ദുൽ ആരിദ് കണ്ടെത്തുക. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ ഫലാ തുതിഇൽ മുകദ്ദിബീൻ വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ സനസ്മുഹു അലൽ ഖുർതൂം ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നത്തി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وعدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تصبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون. അതിൻ്റെ എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഇനി മൂന്നാമത്തെ വർക്ക് കാണാം. നുജീബു. ഉത്തരം എഴുതുക. അൽ മദ്ദുൽ ആരിദ് എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് അൽ മദ്ദുൽ ആരിദ് എന്നാണ് പേര്. 2. അൽ മദ്ദുൽ ആരിദ് എത്ര അലിഫ് നീട്ടണം? 3 അലിഫിൻ്റെ ഖദർ. ഇനി 3. സൂറത്തുൻ നാസിൽ എത്ര അൽ മദ്ദുൽ ആരിദുകൾ ഉണ്ട്?
ഉത്തരം 6. 4. സൂറത്തുൽ ഫാത്തിഹയിൽ അൽ മദ്ദുൽ ആരിൽ വന്ന കലിമത്തുകൾ ഏതെല്ലാം? അൽ ആലമീൻ, അർ റഹീം, അദ്ദീൻ, നസ്തഈൻ, അൽ മുസ്തഖീം, അല്ലാലീൻ. ഇനി 4-ാമത്തെ വർക്ക് കാണാം. നഖ്റഉ സൂറത്ത് ഷൂറ 45 മുതൽ 53 വരെ. സുഖ്റുഫ് ഓതുക. സൂറത്തു ഷൂറയും സുഖ്റുഫും 45 മുതൽ 53 വരെ ഓതുക. വനക്തശിഫു മിൻഹാ അൽ മദ്ദൽ ആരിള, അതിൽ നിന്ന് മദ് ആരിളിനെ വ്യക്തമാക്കുക. വനഖസിമുഹു ഇലാ സലാസത്തി അൻവാ, അതിനെ 3 ഇനമാക്കുക. അലിഫ്, വാവ്, യാ, ഇതുകൊണ്ടുള്ള മദ്. മാ യശാഉ അൽ ബലാഉ, അലിഫിനുള്ളത്. വാവ് കഫൂർ, ദുകൂർ, അൽ ഉമൂർ, അൽ യുഅബദൂൻ. യാ മുഖീം, സബീൽ, നക്കീർ, ഖദീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.